Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടോ ചെറിയ ചെറിയ വഴക്കുകൾ വരുന്ന സമയത്ത് നമ്മൾ ഒന്ന് ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് വലിയ വഴക്കിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലേ? നമ്മൾ വളരെ ദേഷ്യത്തിലായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ആ ഒരു വാക്ക് തർക്കം വളരെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലും ആ ഒരു കൺട്രോൾ വിട്ട് ലിമിറ്റ് വിട്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ആ റിലേഷൻഷിപ്പിനെ തന്നെ നെഗറ്റീവായി ഇമ്പാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് വളരെ പ്രാക്ടിക്കലായി അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ എന്തെങ്കിലും ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു കറക്റ്റ് ആയിട്ടുള്ള ഗൈഡൻസ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു സജഷൻ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സിസ്റ്റം ആവശ്യമുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ആയിട്ടോ അല്ലെങ്കിൽ കോൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. ഒന്നാമതായി നമ്മുടെ ഫീലിങ്സ് അല്ലെങ്കിൽ നമുക്ക് എന്താണോ തോന്നുന്നത് അത് നമ്മൾ ഡയറക്റ്റ്ലി പറയുക എന്നുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പറയുന്ന ഒരു കാര്യത്തിനെ തന്നെ വളരെ വളച്ചൊടിച്ചുകൊണ്ട് മാനിപ്പുലേറ്റഡ് ആയിക്കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് എല്ലാ ആളുകളും ചെയ്യുന്നതല്ല, പക്ഷേ അറിയാതെ പല ആളുകളും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. പലപ്പോഴും മൈൻഡിലുള്ള കാര്യങ്ങൾ വ്യക്തമായി പറയില്ല. മനസ്സിലാക്കിക്കൂടെ എനിക്കിതാണ് വിഷയം അല്ലെങ്കിൽ എനിക്കിതാണ് പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് തോന്നുന്നത്, ഞാൻ എൻ്റെ ഫീലിങ്സ് ഇതാണെന്നുള്ളത് മനസ്സിലാക്കിക്കൂടെ എന്നൊക്കെ സ്വയം അങ്ങ് പറയുന്ന ആളുകളുണ്ട്. നോ, അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ സ്വഭാവം, അവർ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആണ്. നമ്മളിൽ നിന്നും എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ലേ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയാണെങ്കിലും എന്താണോ നിങ്ങളുടെ മൈൻഡിലുള്ള ആ ഒരു ഇമോഷൻ ഫീലിങ്സ് എന്താണോ അത് മറയില്ലാതെ ഒന്നും ഹൈഡ് ചെയ്യാതെ ഓപ്പൺ ആയി പറയുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. രണ്ടാമതായി എല്ലായ്പ്പോഴും ബ്ലെയിം ചെയ്യുന്ന ഒരു സ്വഭാവം, എന്ത് കാര്യത്തിനും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്വഭാവമാണ് എന്നുണ്ടെങ്കിൽ അതും കോൺഫ്ലിക്റ്റ് കൂടാനുള്ള ഒരു റീസൺ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ലൈഫ് പാർട്ട്ണർക്ക് അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് പറയാനുള്ളത് എന്നുള്ളത് കേട്ടതിന് ശേഷം മാത്രം പറയുക. ഒരു പക്ഷേ നമ്മൾ ആദ്യം തന്നെ എന്തെങ്കിലും ഒരു കാര്യം കേൾക്കുമ്പോഴേക്കും നീ അങ്ങനെയല്ലേ, അങ്ങനെ വരുള്ളൂ, അല്ലെങ്കിൽ നിന്റെ ഭാഗത്തായിരിക്കും എന്തായാലും മിസ്റ്റേക്ക്, അങ്ങനെ ആദ്യം തന്നെ അങ്ങ് മുദ്ര കൊത്തി കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഇഷ്ടം താല്പര്യം തന്നെ കുറഞ്ഞു പോകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എല്ലായ്പ്പോഴും ഇങ്ങനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം അവർക്ക് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് കൂടി കറക്റ്റായി കേൾക്കുക എന്നുള്ളതാണ് ഒരു കോൺഫ്ലിക്റ്റ് വരുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ നമ്മൾ വെക്കേണ്ട അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. ഇനി മൂന്നാമതായി, ഒരു ആർഗ്യുമെന്റിൽ നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് എപ്പോഴും വഴക്കിടാൻ. അതുകൊണ്ട് തന്നെ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ ഇപ്പോൾ സംസാരിക്കുന്നത് ആ ഒരു ടോപ്പിക്കിൽ തന്നെ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പണ്ട് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, അല്ലെങ്കിൽ അന്ന് എന്നോട് ഇങ്ങനെ ചെയ്തില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും ആ ഒരു വഴക്കിന്റെ ആ ഒരു വലിപ്പം അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെൻസിറ്റി തന്നെ പലപ്പോഴും കൂടാറുണ്ട്. ഇങ്ങനെ പറഞ്ഞു തുടങ്ങിയാൽ കൂടുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാതിരിക്കുക. നമ്മൾ എന്ത് പോയിന്റിനെ കുറിച്ചാണോ സംസാരിക്കുന്നത് ആ പോയിന്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. നെക്സ്റ്റ് വൺ, വളരെ കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടി തന്നെയാണ്. കാരണം നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് കറക്റ്റായി അല്ല കൺവേ ആയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ പലപ്പോഴും ആ ഒരു വഴക്ക് കൂടാനും കുറയാനുമുള്ള സാധ്യത കൂടുതലാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമുക്ക് എത്രത്തോളം ഉണ്ട് അതിനനുസരിച്ച് നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ ഫീലിങ്സ് കറക്റ്റായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്തെങ്കിലും രീതിയിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നു എന്നുണ്ടെങ്കിൽ അതൊന്നുകൂടി ക്ലിയർ ആക്കാൻ നമ്മൾ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള ക്ഷമ കാണിക്കുക എന്നുള്ളതാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ആണ് പലപ്പോഴും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുന്നതും അല്ലെങ്കിൽ മനസ്സിലാക്കാതെ പോകുന്നതിനും ഒക്കെയുള്ള ഒരു റീസൺ ആയിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക പ്രോപ്പറായിട്ട്. ഫൈനലി നമ്മുടെ മൈൻഡിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട അല്ലെങ്കിൽ മൈൻഡിൽ ഉണ്ടായിരിക്കേണ്ട ഒരു കാര്യമാണ്, നമ്മൾ വഴക്കിട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മുടെ ലൈഫ് പാർട്ട്ണറുമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടോ ആണ്. അതല്ലാതെ നമ്മുടെ ഒരു ജന്മശത്രുവായിട്ടല്ല. അതുകൊണ്ട് തന്നെ നമ്മളോടൊരു കാര്യത്തിനെ കുറിച്ച്
എന്തെങ്കിലും ഒരു മിസ്റ്റേക്കിനെ കുറിച്ച് നമ്മളോട് വഴക്കിടുന്നുണ്ട്, അല്ലെങ്കിൽ അത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെയുള്ള സജഷൻസോ ഒപ്പീനിയൻസോ, ചിലപ്പോൾ അതൊരു തർക്കമോ ഒക്കെ ആയിരിക്കാം. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മളൊരു എനിമിയോടാണ് സംസാരിക്കുന്നത് എന്ന ആറ്റിറ്റ്യൂഡ് മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായും നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഓപ്പോസിറ്റ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർക്ക് ഗുഡ് ഇന്റൻഷൻ തന്നെ ആയിരിക്കും ആ പറയുന്ന കാര്യത്തിൽ ഉണ്ടായിരിക്കുക. ഈ കാര്യം കൂടി ഓർത്തു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ച് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും ഒക്കെ അതൊരു ഹെൽത്തി വേയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും അതിലൊരു കൺക്ലൂഷൻ കണ്ടെത്താനും സാധിക്കും എന്നുള്ളത് വളരെ ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടോ ലൈഫ് പാർട്ട്ണറുമായിട്ടോ ഒരു തർക്കമൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ കാര്യങ്ങൾ മൈൻഡിൽ വെക്കാൻ മറക്കരുത്. ഉറപ്പായും നിങ്ങൾക്ക് ആ ഒരു കോൺവെർസേഷൻ വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാനും ആ റിലേഷൻഷിപ്പ് അതുപോലെ തന്നെ ഹെൽത്തിയായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം.